ഹലോ. ഇന്ന് 22/3/2024 ഡേറ്റ്. ഇന്നത്തെ നിഫ്റ്റിയിലെ മൂവ്മെന്റ് എങ്ങനെയായിരുന്നു? ഒരു അപ് ട്രെൻഡ് ആയിരുന്നു നിഫ്റ്റിയിൽ. സിഗ്നലുകളും മൂവിങ് ആവറേജും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു അപ് ട്രെൻഡ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. ഇന്ന് ട്രേഡ് എടുത്തിരുന്നു. അത് ഏകദേശം 8,000 രൂപയോളം പ്രോഫിറ്റിലാണ് ഇതായത് ക്ലോസ് ചെയ്തത്. അത് ഈ ഒരു ലെവൽ ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്ത ഉടനെ 5 മിനിറ്റ് ക്യാൻഡിലാണ് നോക്കിയിരുന്നത്. ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്ത ഉടനെ ട്രെൻഡ് ലൈന് ഹൊറിസോണ്ടൽ ലൈന് വരച്ചില്ലേ, അപ്പം അതിൻ്റെ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് വന്ന് അതിലായിരുന്നു എടുത്തിരുന്നത്. ഓപ്ഷനിലാണ് എടുത്തിരുന്നത്. പിന്നെ നല്ലൊരു ട്രെൻഡ് ലൈനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അനുസരിച്ചായിരുന്നു എടുത്തിരുന്നത്. അതിനുശേഷം ബ്രേക്ക് ചെയ്ത് ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു ട്രെൻഡ് ലൈൻ രൂപപ്പെട്ടിരുന്നു. ഈ ഒരു ലെവലിലായിരുന്നു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതും കൂടി ആയപ്പോൾ അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് ആയി ട്രേഡിൽ എൻട്രി ചെയ്യുന്നു. ഓൾറെഡി ട്രേഡിൽ ഞാൻ എൻട്രി ചെയ്തിരുന്നു. ഒരു അപ്പ് മൂവ്മെന്റ് ആണെന്ന് മനസ്സിലായിരുന്നു. അപ്പോൾ ഞാൻ എൻട്രി ചെയ്തിരുന്നു ഓൾറെഡി. ആ ട്രെൻഡ് ലൈന് കൂടി ആയപ്പോൾ അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് ആയി. പിന്നെ ഓപ്ഷൻ ചാർട്ടിൽ ഇതാണ് അതിന്റെ ഒരു രീതി. ഓപ്ഷനിൽ 103.50 എന്നുള്ള പ്രൈസിലാണ് ഞാൻ ബൈ ചെയ്തിരുന്നത്. ഏകദേശം 8 ലോട്ടാണ് ഓപ്ഷൻ ബൈ ചെയ്തത്. പിന്നെ ഇതുപോലെ അത്യാവശ്യം ടൈം വെയിറ്റ് ചെയ്തിട്ടുണ്ട് ടാർഗറ്റിൽ എത്താൻ വേണ്ടിയിട്ട്. 1/2 സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത് 93.50 ടാർഗറ്റ് വെച്ചത് 123.50 ടാർഗറ്റ് വലിയ ടാർഗറ്റ് വെക്കാതിരിക്കാൻ കാരണം അവിടെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജാണ്. ചിലപ്പോൾ റിട്ടേൺ അടിച്ചു വന്ന് വരും, സ്റ്റോപ്പ് ലോസ് അടിച്ചു വന്ന് വരും. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ആയപ്പോൾ ഇത് വെച്ചില്ല. അപ്പം ഇങ്ങനെയായിരുന്നു ഇന്നത്തെ ട്രേഡിങ്. ഇതായിരുന്നു ഇന്ന് നമുക്കൊരു നല്ലൊരു ഹയറായി ട്രെൻഡ് കിട്ടി. ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി. അപ്പം അത് നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. കുഴപ്പമില്ലാത്തൊരു ദിവസമായിരുന്നു. പക്ഷെ സ്വാഭാവികമായിട്ടും ഞാൻ 10,000 രൂപ ഞാൻ ടാർഗറ്റ് വെക്കല് ഇന്ന് 8,000 ക്ലോസ് ചെയ്യാൻ കാരണം അതുകൊണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബിഗ് ക്യാൻഡിലൊക്കെ ഇത് മൂവിങ് ആവറേജിന്റെ കണ്ടില്ലേ, മൂവിങ് ആവറേജ് യൂസ് ചെയ്യും. അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യൂല, ചുമ്മാ ട്രെൻഡ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതിന്റെ മൂവിങ് ആവറേജിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുറേ കാലത്തിന് ശേഷമാണ് പിന്നെ ഇപ്പോൾ നല്ലൊരു ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യണത്. അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഒരു 1 അവർ ക്യാൻഡിലും 4 മണിക്കൂർ ക്യാൻഡിലൊക്കെ മാർക്കറ്റ് വീക്ഷിക്കുമ്പോൾ ഈ ഒരു ലെവലാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ആയത് കാരണം നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യാൻ പറ്റൂല. ഒരു എൻട്രിയിൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കാം, പക്ഷെ നമുക്ക് വലിയൊരു ഫ്രീ ആയിട്ട് വിടാൻ പറ്റൂല. ചിലപ്പോൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് വിടും. അത് എത്ര മൂവ് ആവുകയാണെങ്കിൽ മൂവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്, നല്ല ട്രെൻഡ് ഡേ ആണെങ്കിൽ. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ലെവൽ ഇങ്ങനെയായിരുന്നു. ഇത് 50 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഉള്ള ഒരു നല്ലൊരു ഹയറായി ഇതിലും നല്ല വർക്കായിട്ടുണ്ട്. പിന്നെ ഏതൊരാൾക്കും ട്രേഡ് എടുക്കാൻ പറ്റിയ ദിവസമായിരുന്നു. നമ്മൾ നോക്കല് ട്രെൻഡ് ഡേയിൽ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സേഫാണ് മറ്റേ ഇതിനെക്കാട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നോക്കാം. ഏഞ്ചൽ ബ്രോക്കിലാണ് ട്രേഡ് ചെയ്യൽ. 8,000 രൂപ പ്രോഫിറ്റായ 8,000 രൂപയാണ്. 123.50 വാങ്ങി 123.50 വിറ്റു. ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ 41,400 രൂപക്കാണ് വാങ്ങിയത്. 49,400 വിറ്റു. ഇതിൽ ടോട്ടൽ നമുക്ക് ബ്രോക്കറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് 203.80 പൈസയാണ് നമ്മളെ ബ്രോക്കറേജ് മൊത്തം ചിലവ്. ബാക്കി നമ്മളെ പ്രോഫിറ്റിക്ക് മാറ്റാൻ പറ്റും. മൊത്തം നമ്മൾ 8 ലോട്ടാണ് വാങ്ങേണ്ടത്. അപ്പോൾ ഓക്കെ, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇത് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളും ഇത് ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇന്ന് വേറെ വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. ഓക്കെ, ഗുഡ് ബൈ.